കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന നൗഫലും പെങ്ങള് സൗഫിയും തമ്മിലുള്ള ചെറിയ പ്രശ്നം ഇവരുടെ പ്രേക്ഷകർക്കിടയിൽ തന്നെ വിഷമങ്ങൾ ഉണ്ടാക്കി എന്നതാണ് വാസ്തവം. ഉമ്മയും മോനും എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ നൗഫലിന് 2 സഹോദരിമാരാണ്. മൂത്തയാളുടെ പേര് സൗഫിയെന്നും ഇളയയാളെ വിളിക്കുന്നത് ചക്കരയെന്നും. ഈയിടയ്ക്ക് ചക്കരയുടെ പ്രസവ സമയത്ത് സൗഫിയെ ആ വഴിക്കൊന്നും കണ്ടില്ല. ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ ഉയർന്നു വന്നത്. സൗഫി എവിടെ, ചക്കരയെ കാണാൻ എത്തിയില്ലല്ലോ എന്ന് തുടങ്ങിയ പ്രശ്നം പിന്നീട് വഷളാകുകയാണ് ചെയ്തത്. സത്യത്തിൽ ഏതൊരു പെങ്ങന്മാർക്കും തൻ്റെ ഉമ്മയും ആങ്ങളമാരും തന്നെ പരിഗണിക്കുന്നില്ലല്ലോ, തന്നെ കാണാൻ വരുന്നില്ലല്ലോ എന്നുള്ള ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിലൂടെ കാര്യമെന്തെന്നാൽ നൗഫലിന്റെ മൂത്ത പെങ്ങളെ വിവാഹം കഴിച്ചയച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ദൂരം എത്രയേറെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നൗഫലിനും കുടുംബത്തിനും ഇവരുടെ അടുത്തേക്ക് എപ്പോഴും പോകാൻ പറ്റാത്തതും. എന്നാൽ ഇത്തരത്തിലുള്ള വിഷമം സൗഫിയെ അലട്ടിക്കൊണ്ടിരുന്നു. നൗഫലിന് തന്നോട് സ്നേഹമില്ലെന്നുള്ള തരത്തിലേക്ക് ഈ പെങ്ങളുടെ മാനസിക അവസ്ഥയെ തന്നെ ഈ ചിന്തകൾ മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഇത്തരം വിഷമത്തിൽ നിലകൊണ്ടിരുന്ന സൗഫി ഒരു വേളയിൽ നൗഫലിന് യാതൊരു സ്നേഹവും പെങ്ങന്മാരോടില്ല എന്ന് തുറന്നു പറഞ്ഞു. അതിന്റെ കാരണം സൗഫിയുടെ വിഷമം തന്നെയായിരുന്നു, അല്ലാതെ ഇവരുടെ ഇടയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ഈയിടക്ക് സൗഫി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പല പ്രേക്ഷകരും സൗഫിയെയും കുറ്റപ്പെടുത്താൻ തുടങ്ങി. നൗഫൽ നല്ലവനാണെന്നും നിനക്കവനെ ഇതുവരെ മനസ്സിലായില്ലെന്നും ഞങ്ങൾക്ക് നൗഫലിനെ വ്യക്തമായി തന്നെ അറിയാമെന്നും നിനക്കാണ് തെറ്റുപറ്റിയത് എന്നൊക്കെ പറഞ്ഞ് സൗഫിയെ പലരും കുറ്റപ്പെടുത്തി. അങ്ങനെയിരിക്കെ നൗഫൽ തൻ്റെ പെങ്ങളുടെ ഈ വിഷമത്തിൽ വേണ്ട പരിഹാരം ചെയ്യുമെന്ന് പറഞ്ഞ് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതുപോലെ തന്നെ നൗഫൽ ഇന്നലെ സൗഫിയുടെ വീട്ടിൽ പാതിരാത്രിയിലാണ് എത്തിയത്. ഇത്തരത്തിലാണ് പുറപ്പെട്ടു കഴിഞ്ഞാൽ എത്തുന്ന സമയം ഏത് നേരമായിരിക്കുമെന്നുള്ളത് പോലും പറയാനാകാത്ത ദൂരത്താണ് അവർ ഉള്ളത്. അങ്ങനെ തൻ്റെ പൊന്നു പെങ്ങളെ ചേർത്ത് പിടിച്ച് അവളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നും ഞങ്ങളുടെ ഇടയിലെ വിഷമങ്ങൾ ഞങ്ങൾ പറഞ്ഞു തീർത്തെന്നും നൗഫൽ സൗഫിയുടെ ചാനലിലൂടെ തന്നെ സ്വന്തം പ്രേക്ഷകരെ അറിയിച്ചു. ഇത് തന്നെയാണ് സർവരും കാണാൻ ആഗ്രഹിച്ചതും. ഇനി നിങ്ങളുടെ ഇടയിൽ ഒരു പ്രയാസവും ഉണ്ടാകാതിരിക്കട്ടെ. തെറ്റ് 2 കൂട്ടരുടെ ഭാഗത്തുണ്ട്, ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല. തെറ്റുകളല്ലേ അത് ചിലപ്പോ പറ്റും. അത് ജീവിതമാകുമ്പോ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുണ്ടാവും. ഒരു ടേബിളുമ്പോൾ തീരേണ്ട പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് തിരക്കുകൾ കൂടി യൂട്യൂബ് വന്നതിന് ശേഷം കൂടുതൽ ഞാൻ തമിഴ്നാട്ടിൽ എത്തിയിട്ടില്ല. പിന്നെ കൂടുതൽ ഇവരെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളും പൈസ ഉണ്ടാക്കുന്ന ഓട്ടത്തിലായപ്പോ ബന്ധങ്ങൾ വിട്ടുന്നുള്ള ബന്ധങ്ങൾ വിടുകയല്ല, ഒന്നാമത് ഫോണുകളുള്ള വിളി കുറവാകുമ്പോ പിന്നെ വിരലും കൂടെ കുറവാകുമല്ലോ. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പറ്റിയതാണ്. ഇൻഷാല്ലാഹ് നമ്മള് സെറ്റാക്കും. അപ്പൊ ഇതിൽ ആരെയും നമ്മൾ കുറ്റം പറയില്ല, ഇവരും കുറ്റം പറയില്ല, പിന്നെ നിജാസിന്റെ ഫാമിലിനെയും കുറ്റം പറയില്ല. നമ്മുടെ ഫാമിലി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചെറിയൊരു തെറ്റിദ്ധാരണ അതിപ്പോ പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇൻഷാല്ലാഹ്. അപ്പൊ എന്തായാലും ആരും ഇനി മേലാക്കെ എന്താണ് ഇനി നമ്മൾ നിങ്ങളുടെ കയ്യിൽ എന്താ വെച്ചാൽ ഇജ് പോയി കുടുംബം കലക്കി, അല്ലെങ്കിൽ നിജാസ് പോയി കുടുംബം കലക്കി, അല്ലെങ്കിൽ നൗഫലാണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നമ്മളെ എരി കയറ്റുമ്പോൾ പിന്നെ വീണ്ടും ഡിപ്രഷൻ ആയിട്ട് മാറുകയാണെന്ന് മാത്രം. അപ്പൊ ഞാൻ ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടുക, കമന്റ് ബോക്സ് ഓഫ് ചെയ്യുക. കാരണം അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് പറയാനുള്ളത് പറയാ. എനിക്ക് ഇഷ്ടമല്ലാത്ത കമന്റ് ഞാൻ എനിക്ക് എന്താ ചെയ്യാല്, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കമന്റ്സ് വരികയാണെങ്കിൽ ഞാനത് ഡിലീറ്റ് ആക്കും, അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കി ഒഴിവാക്കും. കാരണം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കണ്ടാൽ മതി. വായിക്കലില്ല. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് കാണാം, നമുക്ക് പറ്റുന്നത് അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ ലക്ഷ്യം എന്താണോ അതിലോട്ട് പോവുക. പിന്നെ നല്ലതാണെങ്കിൽ എടുക്കുക. പിന്നെ ഉമ്മാക്ക് എന്തെങ്കിലും തെറ്റ് പറ്റണമെന്നുണ്ടെങ്കിൽ അത് ലെവലിലേക്ക് എടുത്താൽ മതി. ഉമ്മാനെ നമ്മൾ ദേഷ്യം വെച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള എനിക്ക് ഉമ്മാനെ ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഉമ്മാനെ എനിക്ക് നന്നായിട്ട് അറിയാം. അന്നേ വരെ അതിനോട് മാറി നിൽക്കുന്നു പറയാത്ത